നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസങ്ങളായി തുടരുന്ന ഇസ്രയേൽ സംയുക്ത സൈനിക നീക്കം അവസാനിക്കും എന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു. ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഇറാന്റെ കടുത്ത നിലപാടുകൾ ചർച്ചകളെ വഴിമുട്ടിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഒമാൻ ഉൾക്കടലിന് മുകളിൽ വ്യോമസേനയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടതായും റിപ്പോർട്ട്. വിമാനം തകർന്നു വീണതായി ഇറാൻ അവകാശപ്പെടുമ്പോൾ സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിട്ടു എന്നാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. മേഖലയിൽ യുഎസും ഇറാനും തമ്മിലുള്ള നാവിക പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ എണ്ണക്കപ്പലുകൾക്കു നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ യുഎസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ടെഹ്റാൻ. എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും. ഈ മേഖലയിലെ യുഎസ് താവളങ്ങളിലും ശത്രു കപ്പലുകളിലും കനത്ത ആക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നേവിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. 2 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിലൂടെ ഇറാൻ ഈ മുന്നറിയിപ്പ് നൽകിയത്. യുദ്ധം എല്ലാ മുന്നണികളിലും ഉടനടി അവസാനിപ്പിക്കുക, അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുക, ഇറാന് നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുക എന്നിവയായിരുന്നു ടെഹ്റാൻ മുന്നോട്ട് വച്ച പ്രധാന ഉപാധികൾ. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. ഇറാന്റെ മറുപടിയെ സോകോൾഡ് റെപ്രസെന്റേറ്റീവ്സ് അയച്ച കുറിപ്പെന്ന് പരിഹസിച്ച ട്രംപ് തന്റെ നിബന്ധനകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കർശനമായ സൂചനയാണ് നൽകിയത്. സമാധാന ചർച്ചകൾക്കായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നേരിയ തോതിലുള്ള ഷെല്ലാക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാതെ യുദ്ധം അവസാനിച്ചതായി കണക്കാക്കാനാകില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇല്ലാതാക്കണമെന്നും ആണവ നിലയങ്ങൾ പൊളിച്ചു നീക്കണമെന്നുമാണ് ഇസ്രയേലിന്റെ ആവശ്യം. ഇതിൽ കുറഞ്ഞ യാതൊരു ഒത്തുതീർപ്പിനും ഇസ്രയേൽ തയ്യാറല്ലെന്ന് നെതന്യാഹു CBS അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറാന്റെ സൈനിക ശേഷിയെ പൂർണ്ണമായും തളർത്തുക എന്ന ഇസ്രയേൽ ലക്ഷ്യത്തിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നിർത്തുക, ഉപരോധങ്ങൾ നീക്കുക, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ 14 ഇന നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ മെമ്മോറാണ്ടത്തിൽ ഉള്ളതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ വ്യവസ്ഥകൾ പലതും ഇറാന് അംഗീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ശത്രുവിന് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ലെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നത് കീഴടങ്ങലായി കരുതരുതെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചത് ഇതിന്റെ സൂചനയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാടുകൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ടെഹ്റാന്റെ ആണവ പദ്ധതി പിൻവലിക്കാനുമുള്ള കരാറിനോടുള്ള പുതിയ നിർദ്ദേശത്തോടുള്ള ഇറാന്റെ പ്രതികരണത്തിനായി വാഷിംഗ്ടൺ കാത്തിരിക്കുകയാണ്. ഇതിനിടെയാണ് US ആക്രമണവും ഇറാന്റെ ഭീഷണിയും. ഇറാന്റെ തുറമുഖങ്ങളിലെ അമേരിക്കൻ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 2 ഇറാനിയൻ ടാങ്കറുകൾ സൈന്യം പ്രവർത്തനരഹിതമാക്കിയതായി US സൈന്യം അറിയിച്ചു. 3 കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടഞ്ഞുവെന്നും കടലിടുക്കിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും US വ്യക്തമാക്കി. ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ F-35 യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുകളും വരുന്നത്. ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവങ്ങളുടെ തുടക്കം. ഒമാൻ ഉൾക്കടലിനും ഹോർമുസ് കടലിടുക്കിനും മുകളിലൂടെ പറക്കുകയായിരുന്ന ലോക്ഹീഡ് മാർട്ടിൻ F-35 വിമാനം അടിയന്തര സാഹചര്യങ്ങൾ അറിയിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്വാക്ക് 7700 എന്ന കോഡ് പുറപ്പെടുവിച്ചു. വിമാനത്തിന് ഗുരുതരമായ സാങ്കേതിക തകരാറോ മറ്റ് പ്രതിസന്ധികളോ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സന്ദേശം. ഫ്ലൈറ്റ് റഡാർ 24 നൽകുന്ന വിവരങ്ങൾ പ്രകാരം വിമാനം പെട്ടെന്ന് തന്നെ പാത വ്യതിചലിപ്പിക്കുകയും UAE ലക്ഷ്യമാക്കി തിരിയുകയും ചെയ്തു. എന്നാൽ അല്പസമയത്തിനകം വിമാനത്തിലെ ട്രാൻസ്പോണ്ടറുകൾ ഓഫാവുകയും വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. സൈനിക ആവശ്യങ്ങൾക്കോ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷമോ സാധാരണയായി ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സംഭവം നടന്ന ഉടൻ തന്നെ IRGC അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ തിരിച്ചടിയാണ് ഇതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എങ്കിലും ഈ അവകാശവാദം ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളോ വീഡിയോകളോ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മുൻപും സമാനമായ സാഹചര്യങ്ങളിൽ ഇറാൻ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് അവ തെറ്റാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി
മേഖലയിൽ US, ഇറാൻ സൈന്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇറാന്റെ 2 എണ്ണക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ US യുദ്ധവിമാനം തടയുകയും അവ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരുന്നു. ഈ കപ്പലുകൾ ഉപരോധം ലംഘിച്ച് ഇറാനിലേക്ക് പോവുകയായിരുന്നു എന്നാണ് USന്റെ വാദം. ഇതേസമയം തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് IRGCയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞായറാഴ്ച ഖത്തർ തീരത്തൊരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. സൈനിക നീക്കങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ അമേരിക്ക മുന്നോട്ടുവച്ച സമാധാന നിർദ്ദേശത്തിന് ഇറാൻ മറുപടി നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. തങ്ങൾക്കെതിരായ ഉപരോധങ്ങൾ നീക്കുക, മേഖലയിൽ നിന്ന് US സൈന്യം പിൻവാങ്ങുക, ഷിപ്പിംഗ് റൂട്ടുകൾ തുറന്നുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നിർദ്ദേശങ്ങളോട് വാഷിംഗ്ടൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലെ ഈ അനിശ്ചിതത്വം ആഗോള വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ കടലിടുക്കിന് മേൽ നിയന്ത്രണം കടുപ്പിക്കുന്നത് എണ്ണവില വർധനവിന് കാരണമായേക്കാം. അമേരിക്കൻ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് പെന്റഗണിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യാന്തര സമൂഹം. സാങ്കേതിക തകരാറാണോ അതോ ഇറാന്റെ ആക്രമണമാണോ വിമാനത്തെ ബാധിച്ചത് എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമായേക്കും. മാസങ്ങളായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശത്തെ പൂർണ്ണമായും ട്രംപ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒട്ടും സ്വീകാര്യമല്ല എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഈ നിർദ്ദേശം തള്ളിക്കളയുകയും ചെയ്തു. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. ഇറാന്റെ ഭരണപ്രതിനിധികൾ അയച്ച മറുപടി ഒട്ടും തൃപ്തികരമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന നീക്കത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ വഴി ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ വാഷിംഗ്ടന് കൈമാറിയത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന അമേരിക്കയുടെ കർശന ഉപാധിയെ ടെഹ്റാൻ ശക്തമായി എതിർക്കുന്നതാണ് നിലവിലെ തടസ്സം. 2 രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുകയാണ്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ഒരു ശാശ്വത വെടിനിർത്തലിലേക്കുള്ള പാത ദുഷ്കരമാക്കുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആദ്യം യുദ്ധം നിർത്തൽ, പിന്നെ ഹോർമുസ് തുറക്കൽ, ഉപരോധങ്ങൾ നീക്കിയ ശേഷം പിന്നീട് ആണവ ചർച്ച എന്നായിരുന്നു ഇറാൻ നേരത്തെ നൽകിയ നിലപാട്. കീഴടങ്ങലോ വിട്ടുവീഴ്ചയോ ഉണ്ടാവില്ലെന്ന് ഇന്നും ഇറാൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനിടെ വിഷയത്തിൽ വീണ്ടും സംഘർഷ ആശങ്കയും വെല്ലുവിളികളും ശക്തമാവുകയാണ്. കുവൈറ്റും UAEക്കും നേരെ ഖത്തർ തീരത്തോട് ചേർന്ന കപ്പലിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഹോർമുസിൽ ചെറുമുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ ഇറാൻ നീക്കം തുടങ്ങി. ഇറാൻ സേനാ മേധാവി പരമോന്നത നേതാവിനെ കണ്ടു. ഹോർമുസ് തുറക്കാനുള്ള പ്രമേയത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കനത്ത ഭീഷണിയാണ് ഇറാൻ ഉയർത്തുന്നത്. ഇറാന്റെ കേന്ദ്രീകൃത സൈന്യങ്ങളുടെ കമാൻഡർ പരമോന്നത നേതാവിനെ കണ്ടാണ് പദ്ധതികൾ വിശദീകരിച്ചത്. രാജ്യത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഒടുവിൽ അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നുമാണ് ഉന്നത ഇറാൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച ശേഷം ഖമേനിയെ പൊതുവേദികളിൽ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ ഓഡിയോയോ വീഡിയോയോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. ഇത് അദ്ദേഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. ഖമേനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്നുള്ള സംശയത്തെ ചെറുക്കാനുള്ള ശ്രമമായാണ് ഇറാന്റെ പരാമർശങ്ങളെ ഇപ്പോൾ കാണുന്നത്. ഹോർമുസിൽ ചെറുമുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാനാണ് ഇറാന്റെ അടുത്ത നീക്കം. ഹോർമുസ് തുറക്കാൻ ബഹ്റൈൻ GCC സംയുക്ത പ്രമേയം അമേരിക്കൻ പിന്തുണയോടെ വരാനിരിക്കുന്നത് ഇറാനെ പ്രകോപിപ്പിക്കുന്നതാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.